ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റീസെന്റ് ആയിട്ട് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോൾ വന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് റെക്കമെൻഡഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. എനിവേ, കമ്മിങ് ടു ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇന്ന് മെയിൻ ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റവും അതിന്റെ ഒപ്പം തന്നെ ഓറൽ ക്യാവിറ്റി, മൗത്ത്, ലിപ്സ്, ചീക്സ് അങ്ങനെയുള്ള ഓറൽ ക്യാവിറ്റിയുടെ പാർട്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റിട്ടേൺ നോട്ട്സ് അല്ല, ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ഡയറക്റ്റ് നോട്ട്സ് ആണ്. പോയിന്റ്സ് മാത്രമാണ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ആൻഡ് വിത്ത് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Digestion is the process of breaking down of food into nutrients that the body can use for energy, tissue growth and repair. ബോഡിക്ക് എനർജി വേണം, അതുപോലെ തന്നെ ടിഷ്യൂ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ടിഷ്യൂസ് റിപ്പയർ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ്. ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ്. ഓക്കെ, പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ എലിമെന്ററി കനാൽ. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ് എലിമെന്ററി കനാലിലാണ്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഇസ് അസിസ്റ്റഡ് ബൈ സം അക്സസറി ഓർഗൻസും ഉണ്ട് ഇതിന്റെ കൂടെ. അതായത് സലൈവറി ഗ്ലാൻസ് ആയിക്കോട്ടെ, പാൻക്രിയാസ്, ലിവർ എന്നുള്ള അക്സസറി ഓർഗൻസും ഈ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൈജഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ മെയിൻ ആയിട്ട് 3 പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻജഷൻ ഓർ ടേക്കിംഗ് ഇൻ ഓഫ് ഫുഡ്. നമ്മൾ ഫുഡ് വാക്കിയകത്തേക്ക് എടുക്കുന്നത്. ആൻഡ് മാസ്റ്റിക്കേഷൻ, ച്യൂയിങ് ആർ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മൗത്ത്, ടീത്ത്, എയ്ഡഡ് ബൈ ടങ്. മൗത്തും ടീത്തുമാണ് ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ടങ്ങും ഇതിനൊരു നല്ല ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഫാരിങ്സ് ആൻഡ് ഈസോഫാഗസ് ആർ കൺസേൺഡ് വിത്ത് സ്വോളോയിങ്. അടുത്ത് സ്വോളോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ച്യൂയിങ്ങും ഈ ഒരു പ്രോസസ്സിലുള്ളതാണ്, അതേപോലെ തന്നെ സ്വോളോയിങ്ങും ഉള്ളതാണ്. അപ്പോൾ മാസ്റ്റിക്കേഷനും അതേപോലെ സ്വോളോയിങ്ങിന് വേണ്ടിയിട്ട് ഫാരിങ്സും ഈസോഫാഗസും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ഡൈജഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിലാണ് നമ്മുടെ അടുത്ത പ്രോസസ് നടക്കുന്നത്. ദാറ്റ് ഇസ് ഡൈജഷൻ. ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈനും ഈ ഒരു ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ എലിമെന്ററി കനാലിലാണ്, അതായത് മെയിൻലി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എന്തുകൊണ്ടാണ് എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്? ബിക്കോസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പാർട്സിലും എന്തെങ്കിലും തരത്തിലുള്ള അബ്സോർപ്ഷൻ നടക്കും. ഈവൻ ഇൻ മൗത്ത് ഓർ ഈസോഫാഗസ് ആയിക്കോട്ടെ, സ്റ്റൊമക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, എല്ലാ സ്ഥലത്തും തന്നെ ഈ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് മെയിൻലി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. Absorption occurs from any part of the alimentary canal. The last and final process is excretion. ഈ കഴിച്ചത് എല്ലാം പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ് excretion. Large intestine absorbs major quantity of water. ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈ വാട്ടർ ഒക്കെ കൂടെ അബ്സോർബ് ചെയ്തതിന് ശേഷം the residue, ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ excreted in the form of feces. ഫീസസിന്റെ ഫോമിൽ അത് പുറത്തേക്ക് പോവാണ്. അപ്പോൾ മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നടക്കുന്നത്, പ്രോസസ് ആണ് നടക്കുന്നത്: ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നെക്സ്റ്റ് നോട്ടിലേക്ക് പോവാം. ഇത് നമ്മുടെ എലിമെന്ററി കനാലിന്റെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് പാർട്സ് ആണ് നമ്മളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് മൗത്ത്. മൗത്തിലേക്ക് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഫാരിങ്സിലൂടെ ഇറങ്ങി ഈസോഫാഗസിലേക്ക് പോകുന്നു. ഈസോഫാഗസിലേക്ക് പോയതിനു ശേഷം ഈസോഫാഗസ് ഇവിടുന്ന് മൗത്തിൽ നിന്നും ഫാരിങ്സിലേക്ക് പോകുന്നു. ഫാരിങ്സ് ഈ ഒരു ഏരിയ ഫാരിങ്സിലേക്ക് പോകുന്നു. അതിനുശേഷം അത് ഈസോഫാഗസിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഇത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റൊമക്കിലേക്ക് പോവാണ്. അപ്പോൾ മൗത്തിലെത്തി, ഫാരിങ്സിലെത്തി, അതിനുശേഷം ഈസോഫാഗസിലെത്തി. ദ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റൊമക്. ഫോർത്ത് ആയിട്ട് സ്റ്റൊമക്കിലേക്ക് എത്തി. അതിനുശേഷം ദിസ് ഏരിയ ഇസ് നോൺ ആസ് ഡിയോഡിനം. അടുത്തായിട്ട് ഡിയോഡിനത്തിൽ എത്തുന്നു. അതിനുശേഷം ഡിയോഡിനം, ജെജിനം, ഇലിയം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. എന്തായാലും സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും തമ്മിൽ ഒന്ന് കൂടുന്ന ആ ഒരു ഏരിയ ആണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അതിനുശേഷം കമ്മിങ് ടു ജെജിനം, ദെൻ ഇലിയം. അതിനുശേഷം ഇലിയത്തിൽ നിന്ന് ദാറ്റ് ഇസ് കമ്മിങ് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇലിയം സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ്. അതിനുശേഷം അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരും. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് ഈ കാണുന്നത്. സിക്കം അല്ലെങ്കിൽ അപ്പൻഡിക്സ്, പിന്നെ അസെൻഡിംഗ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിംഗ് കോളൻ, സിഗ്മോയിഡ് കോളൻ. അതിനുശേഷം ലാസ്റ്റ് ഇറ്റ് കംസ് ടു റെക്ടം ആൻഡ് ഏനൽ കനാൽ. ഓക്കെ, ബോത്ത് ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലേറ്റർ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതിനുശേഷം റെക്ടം ആൻഡ് ഏനൽ കനാൽ ഓർ ഏനസ്. അപ്പോൾ ഈ ഒരു 2 ഏരിയാസിലാണ് ഏനൽ കനാൽ, റെക്ടം, ഈ ഏരിയയിലാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഡൈജഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇൻജഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദീസ് ഏരിയ. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ഫാരിങ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിഞ്ചോഫാരിങ്സ് അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മൗത്ത്, അതായത് ഈ ഒരു ഏരിയ മൗത്തിന്റെ അനാറ്റമിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. Coming to mouth. The mouth or oral cavity is the first part of digestive tube. Digestive tube അല്ലെങ്കിൽ digestive systemത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. It is divided into mouth proper and the vestibule. പ്രോപ്പർ ആയിട്ടുള്ള മൗത്ത്, അതിന്റെ കൂടെ തന്നെ വെസ്റ്റിബ്യൂൾ. ഈ വെസ്റ്റിബ്യൂൾ എന്താണെന്ന് അറിയാമോ? വെസ്റ്റിബ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഏരിയ ഇസ് വെസ്റ്റിബ്യൂൾ. നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ പല്ലിന്റെയും അതുപോലെ നമ്മുടെ ലിപ്സിന്റെയും ഇടയിൽ, അത് മുകളിലായിക്കോട്ടെ താഴെ ആയിക്കോട്ടെ, നമ്മുടെ ലിപ്സിന്റെയും പല്ലിന്റെയും ഇടയിലുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ദിസ് ഏരിയ, ദിസ് ഇസ് വെസ്റ്റിബ്യൂൾ. ഇതിന്റെ ഉള്ളിലായിട്ട് കാണുന്ന ആ ഒരു സ്പേസ് ആണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 2 ഏരിയ ആണ് ഈ ഒരു മൗത്തിലുള്ളത്. പ്രോപ്പർ മൗത്ത് എന്ന് പറയുന്നത് പല്ലിന്റെ ഉള്ളിലുള്ള ആ ഏരിയ അല്ല, പ്രോപ്പർ മൗത്ത് ആണ്. ദ വെസ്റ്റിബ്യൂൾ ഈസ് ദ സ്ലിറ്റ് ലൈക്ക് സ്പേസ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്, സ്ലിറ്റ് ലൈക്ക് സ്പേസ് ആണ്. സ്ലിറ്റ്
ഇറ്റ് ഇസ് എ സ്ലിറ്റ് ലൈക്ക് സ്പേസ് ബിറ്റ്വീൻ ദ ലിപ്സ് ആൻഡ് ചീക്ക് എക്സ്റ്റേണലി. നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചീക്കും അതുപോലെ തന്നെ ലിപ്സും കവർ ചെയ്യുന്ന ഏരിയ എക്സ്റ്റേണലി, അതുപോലെ തന്നെ ഗംസ് ആൻഡ് ടീത്ത് ഇന്റേണലി. അകത്താണെങ്കിൽ ഗമ്മും അതേപോലെ ടീത്തും വെച്ചിട്ടാണ് ഇതൊരു കവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് എക്സ്റ്റേണലി ത്രൂ ഓറൽ ഫിഷർ. അത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഓറൽ ഫിഷറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പാടായിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ എക്സ്റ്റേണലി ഇന്റേണലി, അപ്പോൾ അതൊക്കെ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. പോയിന്റ്സ് എഴുതുമ്പോഴത്തേക്കും മൗത്ത് എഴുതിയിട്ട് എന്തൊക്കെയാണ് പാട്ട്, പ്രോപ്പർ മൗത്ത് ആൻഡ് വെസ്റ്റിബ്യൂൾ ആയിക്കോട്ടെ വെസ്റ്റിബ്യൂൾ. അപ്പോൾ അതിൻ്റെ ശേഷം വെസ്റ്റിബ്യൂൾ എന്നുള്ള ഹെഡിങ് എഴുതിയതിന് ശേഷം എക്സ്റ്റേണലി ദെൻ ഇന്റേണലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ നോട്ടായിട്ട് എഴുതുമ്പോൾ എഴുതാനായിട്ട്. അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് ആണ് ദ പരോട്ടിഡ് ഡക്ട് ഓപ്പൺസ് ഇൻ ടു വെസ്റ്റിബ്യൂൾ ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ ചീക്ക് ഓപ്പോസിറ്റ് ദ ക്രൗൺ ഓഫ് ദ അപ്പർ സെക്കൻഡ് മോളാർ ടൂത്ത്. മുകളിലുള്ള നമ്മുടെ സെക്കൻഡ്, അതിപ്പോൾ ടീത്ത് പഠിക്കുമ്പോൾ പഠിക്കും എന്താണ് ഈ മോളാർ ടൂത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അപ്പർ ക്രൗൺ ഏരിയയിൽ ഒരു സെക്കൻഡ് മോളാർ ടീത്തിന്റെ അവിടെയായിട്ട് പരോട്ടിഡ് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു വെസ്റ്റിബ്യൂളിലാണ്. അപ്പോൾ ഈ വക പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ മൗത്ത് എന്നുള്ള ഏരിയയിൽ നിന്ന് മാക്സിമം ഒരു 2 or 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം മൗത്ത് മാത്രമായിട്ട് ഒരു ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ മൗത്ത് മാത്രമായിട്ട് ഒരു ഒരു എസ്സേയോ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അതൊരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 or 3 പോയിന്റ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ന്യൂമറസ് മ്യൂക്കസ് ഗ്ലാൻസ്, ഒരുപാട് മ്യൂക്കസ് ഗ്ലാൻസ് ലൈക്ക് ബക്കൽ ആൻഡ് ലേബിയൽ മ്യൂക്കസ് ഗ്ലാൻസ് ഒക്കെ ലിപ്സിലും അതേപോലെ ചീക്കിലും ഒക്കെ ഈ ഒരു വെസ്റ്റിബ്യൂളിന്റെ ഏരിയയിലാണ് ഓപ്പൺ ആകുന്നത്. നമുക്കറിയാം, നമ്മളൊന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഈ സലൈവ വരുന്നത് ഈ ഒരു വെസ്റ്റിബ്യൂൾ ഏരിയയിൽ അതിന്റെ ബാക്കിൽ നിന്നും ഒക്കെ ആയിരിക്കും വരുന്നത്. ന്യൂമറസ് മ്യൂക്കസ് ഗ്ലാൻസും അതേപോലെ തന്നെ ഈ സലൈവ ഇതൊക്കെ തന്നെ ഈ ഒരു വെസ്റ്റിബ്യൂൾ ഏരിയയിൽ നിന്നായിരിക്കും ഓപ്പൺ ആവുന്നത്. വെസ്റ്റിബ്യൂൾ ഈസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെമ്പറൈൻ ലൈൻ ചെയ്തിരിക്കും വെസ്റ്റിബ്യൂളിൽ. ദ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് നോൺ കരാറ്റൈസ്ഡ് എപ്പിത്തീലിയം ആയിരിക്കും ഈ ഒരു വെസ്റ്റിബ്യൂൾ ഏരിയ ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് മൗത്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് വരാം, ദാറ്റ് ഇസ് ലിപ്സ്. ലിപ്സും ചീക്സും ഒന്നും അങ്ങനെ നല്ല ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് നോ ഇറ്റ്. ഓക്കെ, ലിപ്സ് എന്ന് പറയുന്നത് ലിപ്സ് അല്ലെങ്കിൽ ലേബിയ ആർ ഫ്ലഷി ഫോൾസ്. ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോണൊന്നുമില്ല, ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫോൾഡ് ആണ്. ലൈൻഡ് എക്സ്റ്റേണലി ബൈ സ്കിൻ. എക്സ്റ്റേണലി എന്താണ് സ്കിൻ. അപ്പോൾ ഇനി മുതൽ ഉള്ള കംപ്ലീറ്റ് അനാട്ടമിയിൽ ഇങ്ങനെ എക്സ്റ്റേണലി ഇന്റേണലി അങ്ങനെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കുഞ്ഞായിട്ട് എഴുതാനായിട്ട് പഠിക്കുക എക്സ്റ്റേണൽ. ഓക്കെ, പോയിന്റ് ഇട്ടിട്ട് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് സ്കിൻ വെച്ച് കവർ ചെയ്തിരിക്കും. അടുത്ത ഇന്റേണൽ എന്ന് പറയുന്നത് മ്യൂക്കസ് മെമ്പറൈൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് മ്യൂക്കസ് മെമ്പറൈൻ വെച്ച് കവർ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പഠിക്കുക. ലിപ്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ എക്സ്റ്റേണൽ സ്കിൻ, ഇന്റേണൽ മ്യൂക്കസ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് ചീക്കിലേക്ക് വരാം. ചീക്സ് ആർ ഫ്ലഷി ഫ്ലാപ്സ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ലിപ്സ് ആർ ഫ്ലഷി ഫോൾസ്, ചീക്ക് ആർ ഫ്ലഷി ഫ്ലാപ്സ്. ഓക്കെ, ഫോമിംഗ് ലാർജ്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുക, ലിപ്സ് ആർ ഫ്ലഷി ഫോൾസ്, അതേപോലെ തന്നെ ചീക്സ് ആർ ഫ്ലഷി ഫ്ലാപ്സ്. ഓക്കെ, ഫോമിംഗ് ലാർജ് പാർട്ട് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ഫേസ്. ഫേസിന്റെ രണ്ട് സൈഡിന്റെ ഒരു ലാർജ് പാർട്ടായിട്ട് കാണുന്നതാണ് ഈ ഒരു ഫ്ലഷി ഫ്ലാപ്സ്, ചീക്സിന്റെ ഫ്ലഷി ഫ്ലാപ്സ്. ദ ചീക്സ് ആർ കമ്പോസ്ഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതേപോലെ തന്നെ ബൂസിനേറ്റർ മസിൽ, പരോട്ടിഡ് ഡക്ട്, വെസൽസ്, നെർവ്സ്, മ്യൂക്കസ് ഗ്ലാൻഡ്സ്, മ്യൂക്കോസ, ഇതെല്ലാം തന്നെയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചീക്കിൽ. എന്താല്ലേ നമ്മൾ കുഞ്ഞായിട്ട് ചീക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ അതിനുള്ളിലായിട്ട് സ്കിൻ ഉണ്ട്, ബിസിനേറ്റഡ് മസിൽ ഉണ്ട്, പരോട്ടിഡ് ഡക്ട് ഉണ്ട്, വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, മ്യൂക്കസ് ഗ്ലാൻഡ്സ് ഉണ്ട്, മ്യൂക്കോസ ഉണ്ട്. ഇൻഫൻസിലാണെങ്കിൽ വെൽ ഡെവലപ്ഡ് ബക്കൽ പാഡ് ഓഫ് ഫാറ്റ് ലൈസ് ഓൺ ദ ബ്യൂസിനേറ്റർ ഏരിയയിലായിട്ട് ഒരുപാട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബക്കൽ പാഡ്സ് ഉണ്ട്. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടിട്ട് നല്ല ചബ്ബി ചീക്സ് ആയിരിക്കും കൊച്ചുങ്ങൾക്ക്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആയിരിക്കും. പിന്നീട് നമുക്ക് അത് കുറഞ്ഞു വരും ഈ ഒരു ചീക്സിന്റെ കേസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ. ലെറ്റ്സ് സീ എ പിക്ചർ ഓഫ് ഓറൽ ക്യാവിറ്റി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഓറൽ ക്യാവിറ്റിയിലേക്ക് വരുവാണ്. ഈ ഒരു പിക്ചർ കാണുക ഓറൽ ക്യാവിറ്റിയിൽ. ഓറൽ ക്യാവിറ്റി പ്രോപ്പർ. അപ്പോൾ നമ്മുടെ വെസ്റ്റിബ്യൂളിന്റെ കാര്യമല്ലേ ഇപ്പോൾ പറയുന്നത്. ഓറൽ ക്യാവിറ്റി പ്രോപ്പർ അതായത് നമ്മുടെ ടങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ടീത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ഏരിയ. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ബൗണ്ടറീസ്. എന്തൊക്കെയാണ് ബൗണ്ടറീസ്? അപ്പോൾ ഈ ബൗണ്ടറീസിന്റെ നോട്ട് എഴുതുമ്പോൾ ബൗണ്ടറീസ് ഇനിയുള്ള എല്ലാത്തിലും വരും. സോ ലൈൻ ചെയ്ത് എഴുതുക. ആന്റീരിയർലി എങ്ങനെയാണ്, പോസ്റ്റീരിയർലി എങ്ങനെയാണ്, ഓക്കെ, സുപ്പീരിയർലി എന്താണ്, ഇൻഫീരിയർലി എന്താണ്, ഇങ്ങനെ എല്ലാ ഓർഗൻസിലും ഇതേപോലെ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എല്ലാ ഓർഗൻസിലും ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോൾ മൗത്തിന്റെ ഈ ഒരു ബൗണ്ടറീസിലേക്ക് പോവാം. ആന്റീരിയർലി എന്താണ്? കവേർഡ് ബൈ ടീത്ത്, ഗംസ്, ഏരിയോളർ ആർച്ചസ് ഓഫ് ജോസിന്റെ ഏരിയോളർ ആർച്ചസും ടീത്ത്, ഗം, ഇതൊക്കെയാണ് ആന്റീരിയർലി ഇരിക്കുന്നത് ഫ്രണ്ടിലായിട്ട്. ഓക്കെ, ഫ്രണ്ടിലായിട്ട് ഈ വക കാര്യങ്ങളാണ്. റൂഫ് ഇസ് ഫോംഡ് ബൈ ഹാർഡ് പാലറ്റ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്. നിങ്ങൾ സ്വന്തമായിട്ട് ടങ് വെച്ചൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് ഇരിക്കുന്ന ഏരിയ, ഈ ഒരു ഏരിയ നല്ല ഹാർഡാണ്. പക്ഷെ കുറച്ചുള്ളിലേക്ക് പോയി നോക്കൂ, ഈ ഒരു ഏരിയ നല്ല സോഫ്റ്റ് ആണ്, അല്ലെ? സോഫ്റ്റ് ആണ്. അപ്പൊ ഫ്രണ്ടിലുള്ള ഒരു ഹാർഡ് പോർഷൻ ഹാർഡ് പാലറ്റും അതുപോലെ തന്നെ ബാക്കിലുള്ള സോഫ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റും ആണ്. ഓക്കെ, ഫ്ലോർ ഇസ് ഫോംഡ് ബൈ ടങ് ആൻഡ് സബ്ലിംഗ്വൽ റീജിയൻ. Posteriorly, the oral cavity communicates with pharynx through the oropharyngeal isthmus, which is bounded superiorly by soft palate, inferiorly by tongue, and side by palatoglossal arches. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം. See this. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ടങ് ആണ് ഫ്ലോർ ഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടങ് ആണ് ഇതിന്റെ മുകളിലായിട്ട്, മൗത്തിന്റെ ഏറ്റവും താഴെയായിട്ടിരിക്കുന്നത് എന്താണ്? ടങ്. അപ്പോൾ ടങ് ആണ് ഫ്ലോർ ഫോം ചെയ്യുന്നത്, താഴെ ഫോം ചെയ്യുന്നത് ടങ് വെച്ചിട്ടാണ്. മുകളിൽ അപ്പോൾ എന്തുണ്ട്? ഹാർഡ് പാലറ്റും ഉണ്ട്, ബാക്കിലായിട്ട് സോഫ്റ്റ് പാലറ്റും ഉണ്ട്, താഴെ ഫോം ചെയ്യുന്നത് ടങ് ആണ്. ടങ് കുറെ ഉള്ളിലോട്ട് ഇരിക്കും, നമുക്ക് കാണുന്നതിനേക്കാളും താഴോട്ട് ടങ് ഇരിക്കും. അതുകൊണ്ട് അത്രയും ഏരിയയും ഫ്ലോർ ആയിട്ടുള്ളത് ടങ് തന്നെയാണ്. ഇനി ബാക്ക്. Posteriorly, the oral cavity communicates with pharynx. അതായത് ഇതിന്റെ ഉള്ളിലേക്ക്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പോൾ ഇതുവരെ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് അത് എന്ത് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബിഹൈൻഡ് ആയിട്ടുള്ളത് ഫാരിങ്സ് ആണ്. ഫാരിങ്സുമായിട്ട് ഓറൽ ക്യാവിറ്റിയുടെ ഒരു ഓപ്പണിംഗ് ചെന്ന് നിൽക്കുന്നത് ഫാരിങ്സിലേക്കാണ്. ഓക്കെ,
ത്രൂ ദ ഓറോഫാരിഞ്ചിയൽ ഇസ്തുമസ്. അപ്പോൾ ഈ അനാട്ടമിയിലുള്ള ഒരു അടുത്ത ഒരു നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഓറൽ ക്യാവിറ്റി ഇത് ഫാരിങ്സിലേക്ക് വരുവാണ്. ഓക്കെ, ഫാരിങ്സ് ഇതാണ് ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സ്. ഓറൽ ക്യാവിറ്റി ആൻഡ് ഫാരിങ്സ് ഇത് ഒരുമിച്ചുള്ള ഈ ഒരു ഏരിയ ഓറോ ഫാരിങ്സ്, ആ ഒരു ഏരിയ ആയിരിക്കും. ഓറൽ ക്യാവിറ്റിയും ഫാരിങ്സും കൂടെ കണക്ട് ചെയ്യുന്നത് ഓറോ ഫാരിങ്സ്. സോ ഓറോ ഫാരിങ്സ് മീൻസ് ഓറൽ ക്യാവിറ്റി ആൻഡ് ഫാരിങ്സ്, ആ രണ്ട് ഏരിയയും കൂടെ കണക്ട് ചെയ്യുന്ന ഏരിയ. സോ ഫാരിങ്സ് ത്രൂ ദ ഓറോഫാരിഞ്ചിയൽ ഇസ്തുമസ് which is bounded superiorly by സോഫ്റ്റ് പാലറ്റ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ സുപ്പീരിയർ എന്താ, ഇവിടെ നമ്മുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ഹാർഡ് പാലറ്റ് ആണ്. പക്ഷെ ഓറോഫാരിഞ്ചിയൽ ഏരിയയുടെ മുകളിലായിട്ട് ഇരിക്കുന്നത് എന്തായിരിക്കും? സോഫ്റ്റ് പാലറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് ടങ്, ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ടങ്ങിന്റെ ഏരിയ, ഇതിന്റെ മുകളിൽ സുപ്പീരിയർ ആയിട്ടിരിക്കുന്നത് എന്താണ്? ഹാർഡ് പാലറ്റ് ആണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓറോഫാരിങ്സിലേക്ക് പോകുമ്പോൾ അതിന്റെ മുകളിൽ സുപ്പീരിയർ ആയിട്ടിരിക്കുന്നത് എന്താണ്? സോഫ്റ്റ് പാലറ്റ് ആണ്. ഇവിടെ സോഫ്റ്റ് പാലറ്റ് ആണ് ആ ഒരു ഏരിയയുടെ സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്നത്. ഇൻഫീരിയർലി ബൈ ടങ്. അപ്പൊ ടങ് താഴെ വരെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫീരിയർ ടങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈച്ച് സൈഡ് ബൈ പാലറ്റോഗ്ലോസിയൽ ആർച്ചസ്. അപ്പൊ ഇവിടെ പാലറ്റ് ആണ്, ഇവിടെ പാലറ്റ് ആണ്, ഇവിടെ പാലറ്റ് ആണ്. അപ്പൊ ഈ ഒരു രണ്ട് സൈഡിലുള്ള ആർച്ചസ്, ഈ ഒരു സുപ്പീരിയർ പാലറ്റൽ ആർച്ചസ്, ആ ഒരു ആർച്ച് വെച്ചിട്ടായിരിക്കും ഈ ഒരു സൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബൗണ്ടറീസ് ഓഫ് ഓറൽ ക്യാവിറ്റി. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഗംസ്. ഇത് ഓക്കെ, സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഗംസ് ആർ ദ സോഫ്റ്റ് ടിഷ്യൂസ് വിച്ച് കവർ areolar processes of the upper and lower jaws and surrounded by neck of teeth. ടീത്തിന്റെ നെക്കുകളൊക്കെ തന്നെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഗംസ് എന്ന് പറയുന്നത്. ഗംസ് ആർ മേഡ് അപ്പ് ഓഫ് ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ കവേർഡ് ബൈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് ഈ ഒരു ഇത് കവർ ചെയ്തിരിക്കുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഇസ് ടീത്ത്. സംഭവം ടീത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ടീത്ത് ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് നമ്മളൊരു അനാറ്റമിക്കലി ഒരു നഴ്സ് തന്നെയാണ്. നമ്മളൊരു നഴ്സ് തന്നെയാണ്. ഏത് ടീത്താണ് പോയെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ പല്ലാണ് പോയത്, ബാക്കിലെ പല്ലാണ് പോയത്, അല്ലെങ്കിൽ ഇവിടെ ഒരു അഞ്ചാമത്തെ പല്ലാണ് പോയത് എന്നൊന്നും പറയരുത്. ഇനി മുതൽ നെയിം പറയണം, ഏത് പല്ലാണ് പ്രോബ്ലം എന്നുള്ളത്, വിച്ച് ടീത്ത് എന്നുള്ളതിന്റെ പേര് പറയണം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു ലേൺ ദ നെയിംസ് ഓഫ് ദീസ് ടീത്ത്. ഓക്കെ, ടീത്ത് ഫോം ദ പാർട്ട് ഓഫ് chewing or masticatory apparatus. അപ്പോൾ നേരത്തെ നമ്മൾ മാസ്റ്റിക്കേഷൻ എന്താണ്? ചൂ ചെയ്യുന്നതാണ്. അപ്പോൾ ചൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പറയുന്നത് മാസ്റ്റിക്കേഷൻ. സോ ചൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ്. ഇൻ മാൻ ടീത്ത് ആർ റീപ്ലേസ് ഓൺലി വൺസ്. അപ്പോൾ നമുക്ക് എന്തായാലും മിൽക്ക് ടീത്തും അതേപോലെ തന്നെ പെർമനന്റ് ടീത്തും ഉണ്ട്. ഒരിക്കൽ മാത്രമേ നമ്മുടെ ഈ ഒരു ടീത്ത് മൊത്തത്തിൽ പോയിട്ട് പിന്നെയും വരത്തുള്ളൂ. ദ ടീത്ത് ഓഫ് the rest set is known as milk teeth. The first set is known as milk teeth or deciduous teeth, and the second set is known as permanent teeth. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. The deciduous teeth are 20 in number. ആദ്യം വരുന്ന പല്ല് 20 ആയിരിക്കും. ഒരു ജോയുടെ ഹാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര സെറ്റ് വെച്ചിട്ടാണ് അവർ നമ്പർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? രണ്ടെണ്ണം ഫ്രണ്ടിൽ. അടുത്തതായിട്ട് വെച്ചോക്കാം ഒരു കനൈൻ. അടുത്തതായിട്ട് 2. ഓക്കെ, അപ്പൊ ഇതാണ് ആ പറഞ്ഞിരുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. 2 ഇൻസിസേഴ്സ് 1 canine 2 molars. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നത് 2 ഇൻസിസേഴ്സ്, ഇവിടെ ഉള്ളത് ഇൻസിസേഴ്സ് ആണ്, 1 canine ആണ്, ഇവിടെ ഉള്ളത് 2 molars ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റ് ആകുമ്പോഴത്തേക്കും 5 into 4 that is going to be 20. അപ്പോൾ ടോട്ടലായിട്ട് മിൽക്ക് ടീത്തിലുള്ളത് 20 ടീത്ത്സ് ആണ്. ഓക്കെ, അങ്ങനെ ടീത്തിന്റെ കേസ് വരുമ്പോഴേക്കും നമ്പർ നിങ്ങൾ മറന്നു പോയില്ലാന്ന് തോന്നുന്നു. 32 പല്ലും അടിച്ചു തറയിടും എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ 32 and consist of 2 incisors, 1 canine, 2 premolars and 3 molars in each half of each jaw. ഈ ലൈൻ മറക്കരുത് കേട്ടോ. each half of each jaw. മൊത്തത്തിലുള്ള ജോ അല്ല പറയുന്നത്, half of the jaw എന്നുള്ള ഒരു കണക്കാണ് പറയുന്നത്. അതായത് half of the jawയിലെ ഇവിടെയുള്ളത് 2 incisors കൂട്ടപ്പല്ല്, അതായത് canine, 1 canine, 2 premolars and 3 molars, and that is 8 into 4 32 teeth. Okay, സാധാരണ എല്ലാ പല്ലും തന്നെ ഈ ഒരു ഡെസിഡിയസ് ടീത്ത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോകുന്നത് 6 തൊട്ട് 12 ഏജ് 12 ഇയേഴ്സ് വരെയാണ്. അതെല്ലാം തന്നെ പെർമനന്റ് ടീത്ത് വെച്ച് റീപ്ലേസ് ആവും. അതിന്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടീത്ത് വന്നു കഴിയുന്നത് 18 ഇയേഴ്സിലായിരിക്കും. എക്സെപ്റ്റ് തേർഡ് മോളാർസ് പയ്യേ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തേർഡ് മോളാർസ് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. വന്നു കാണും തുടങ്ങുമ്പോൾ നല്ലൊരു പല്ല് തന്നെ വരും. കാരണം ദാറ്റ് ഇസ് ദ ഗ്രോത്ത് ഓഫ് വിസ്ഡം ടീത്ത്, ദ ലാസ്റ്റ് ടീത്ത്, ദാറ്റ് ഇസ് വിസ്ഡം ടീത്ത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ടീത്തിന്റെ പാർട്സിലേക്ക് പോകാം. ഈച്ച് ടൂത്ത് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. 3 പാർട്സ് ഉണ്ട്. ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. ക്രൗൺ ഉണ്ട്, നെക്ക് ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് ഉണ്ട്. ക്രൗൺ എന്ന് പറയുന്ന ഏരിയ ഈ ഒരു ഏരിയ ആണ്. ദിസ് ഇസ് ദ ക്രൗൺ. കുറച്ച് ഒറിജിനൽ ആയിട്ടുള്ള ഇമേജ് ഞാൻ കാണിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇതാണ് ക്രൗൺ ഏരിയ, ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ക്രൗൺ ഏരിയ. ഈ ഒരു ക്രൗൺ ഏരിയയാണ് ഗമ്മിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആയിരിക്കും. ക്രൗണിന്റെയും ആ ഒരു റൂട്ട് ഏരിയയുടെയും ഇടയിലുള്ള പാർട്ട് നെക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് നെക്ക് എന്നാണ് പറയുന്നത്. റൂട്ട് is fixed in the alveolus അല്ലെങ്കിൽ സോക്കറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് റൂട്ട് ബൈ പെരിയോഡോണ്ടൽ ലിഗമെന്റ് വെച്ചിട്ട് നമ്മുടെ റൂട്ട്സിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോക്കറ്റിലേക്ക്. ഓക്കെ, റൂട്ടിനെ സോക്കറ്റിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അഡൽട്ട് ജോ കൺസിസ്റ്റ് ഓഫ് 4 ചിസൽ.
ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള നെയിംസ് പറയുന്നതാണ് കേട്ടോ. ഇൻസിസേഴ്സ് ഫ്രണ്ടിലുള്ള പല്ലെന്ന് പറയുന്നത് കട്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ പിന്നീടുള്ള രണ്ട് ടീത്ത് എന്ന് പറയുന്നത് ടിയർ ചെയ്യാൻ അതേപോലെ തന്നെ പിയേഴ്സ് ചെയ്യാൻ കുത്തി ഇറക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്രൈനിയസ് എന്ന് പറയുന്നത്. അടുത്തുള്ള 4 പ്രീ മോളേഴ്സ് ആൻഡ് 6 മോളേഴ്സ് ഗ്രൈൻഡേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ചവയ്ക്കാൻ അതിനെ പൊടിക്കാൻ ഒക്കെയുള്ള ടീത്തുകളാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഓർത്തിരിക്കുക. ഏറ്റവും മുകളിലുള്ളത് ക്രൗൺ ആണ്. ഇവിടെ റൂട്ടാണ്. ഓക്കെ, റൂട്ടാണ്. ഇതിനെയാണ് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നത്. സോക്കറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിത്ത് പെരിഡോണ്ടൽ ലിഗമെന്റ്സ്. നെക്സ്റ്റ് വൺ ഇസ് ദ പൾപ്പ് ക്യാവിറ്റി കണ്ടെയ്ൻസ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്. നമ്മുടെ പല്ലിൽ ക്യാവിറ്റി ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ ഒരു ക്യാവിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് വേദന അറിയുക? നമുക്ക് പെട്ടെന്നൊന്നും വേദന വരില്ല. നമുക്ക് വേദന അറിയുക എന്ന് പറയുന്നത് അത് ഒരു ക്യാവിറ്റി ഉണ്ടായി ആ ഒരു ക്യാവിറ്റി ഉള്ളിലേക്ക് പോയി നമ്മുടെ പൾപ്പിലേക്ക് തട്ടുമ്പോൾ ആണ് നമുക്ക് ആ ഒരു വേദന അറിയുന്നത്. ദാറ്റ് ഈസ് ഹിയർ പൾപ്പ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾപ്പിലാണ് നമ്മുടെ വെയിൻസും നെർവ്സും ഒക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പൾപ്പിൽ തട്ടുമ്പോഴായിരിക്കും നമുക്ക് ഫൈനലി വേദന അറിയാൻ പറ്റുന്നത്. സോ അപ്പോഴത്തേക്കും നമ്മുടെ പല്ല് കേടായി നല്ല ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും, പല്ലിളക്കി കളയുക, അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ പിന്നീട് നടക്കും. അപ്പോൾ എന്തായാലും ആ ഒരു പൾപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടായിരിക്കും, ബ്ലഡ് വെസൽസ് കാണും, അതേപോലെ തന്നെ നെർവ്സും കാണും. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് വിത്ത് പെരിഡോണ്ടൽ ടിഷ്യൂ ത്രൂ ദ റൂട്ട് കനാൽ അല്ലെങ്കിൽ റൂട്ട് ഫോറാമൻ എന്ന് പറയുന്ന ഏരിയയിലേക്കായിരിക്കും ഇത് കണക്ട് ചെയ്തിരിക്കുക. The root canal transmits the nerves vessels to the form the pulp cavity. ഈ ഒരു റൂട്ട് കനാൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് റൂട്ട് കനാൽ. ദിസ് ഇസ് ദ റൂട്ട് കനാൽ. നമ്മുടെ റൂട്ട് കനാൽ പ്രോസസ്സസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ ഇത്രയും നെർവ്സും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഇളക്കി കളയും. അതിനെയാണ് നമ്മൾ റൂട്ട് കനാൽ പ്രോസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ആണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റൂട്ട് ഫോറാമൻ. നെക്സ്റ്റ് വൺ ഇസ് വെസൽസ് ഓഫ് ടീത്ത്. മാക്സിലറി ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി ആണ് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ടീത്തിന്റെ വെസൽസ്, ബ്ലഡ് വെസൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. വെയിൻസ് ജോയിൻ ദ ടെർഗോയിഡ് വീനസ് പ്ലെക്സസ്. ലിംഫ് വെസൽസ് drain mainly into submandibular nodes. Nerves of teeth, the teeth of the upper jaw are supplied by maxillary nerve. മുകളിലുള്ള ജോയുടെ നെർവ്സ് ഒക്കെ സപ്ലൈ ചെയ്തിരിക്കുന്ന മാക്സിലറി നെർവ് ആണ്. മുകളിലെ ടീത്തിലെ അപ്പർ ജോയിലെ ടീത്തിലൊക്കെ മാക്സിലറി നെർവ് ആയിരിക്കും. മുകളിലെ മാക്സിലറി നെർവും അതുപോലെ തന്നെ താഴെ ഇൻഫീരിയർ ഏരിയോളർ നെർവും ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ബ്രാഞ്ച് ഓഫ് മാൻഡിബുലാർ നെർവിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇൻഫീരിയർ ഏരിയോളാർ നെർവ് ആയിരിക്കും നമ്മുടെ താഴെ സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ മാക്സിലറി നെർവ് ആയിരിക്കും മുകളുടെ ടീത്തിലെല്ലാം സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ലെറ്റ്സ് മൂവ് ഓൺ ടു പാലറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത് മുകളിൽ ഇരിക്കുന്ന ഏരിയ ആണ്. അതേപോലെ തന്നെ സോഫ്റ്റ് പാലറ്റ് ഈ ഒരു ഏരിയ ആണ് സോഫ്റ്റ് പാലറ്റ്. ഒറിജിനൽ ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ അനാറ്റമി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കൂടുതലും കാർട്ടൂണിക് ആനിമേറ്ററി ഇമേജസിൽ വെച്ച് പഠിക്കാതെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒറിജിനൽ ഇമേജസ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ കൂടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് ഹാർഡ് പാലറ്റ് ഹിയർ ആൻഡ് ദിസ് ഇസ് സോഫ്റ്റ് പാലറ്റ് ഹിയർ. ഓക്കെ, അത് ഈ ഒരു കാര്യം എന്താണെന്ന് അറിയാലോ. ഇതിനാണ് ഉവ്യൂള എന്ന് പറയുന്നത്. ഉവ്യൂള പാലറ്റിലേക്ക് പോകും. പാലറ്റ് ഫോംസ് ദ ആർച്ച് റൂഫ് ഓഫ് ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയുടെ റൂഫ് ഓഫ് ഓറൽ ക്യാവിറ്റി ആൻഡ് ദ ഫ്ലോർ ഓഫ് ദ നേസൽ ക്യാവിറ്റി. ഇറ്റ് സെപ്പറേറ്റ്സ് ദ നേസൽ ക്യാവിറ്റീസ് ആൻഡ് നേസോഫാരിങ്സ് ഫ്രം ഓറൽ ക്യാവിറ്റി. നമ്മുടെ ഈ ഹാർഡ് പാലറ്റിന്റെ തൊട്ട് മുകളിലായിട്ടിരിക്കുന്നത് എന്താണ്? നോസ് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇതിന്റെ മുകളിലായിട്ടിരിക്കുന്നത് നോസ് ആണ് മുകളിൽ. അപ്പോൾ ഇതിന്റെ മുകളിൽ എന്താണ്? നേസൽ ക്യാവിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ നേസൽ ക്യാവിറ്റി നമ്മുടെ വായുടെ ഉള്ളിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് ഈ ഒരു പാലറ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പാർട്സ് കൺസിസ്റ്റ് ഓഫ് 2 region. രണ്ട് റീജിയൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആന്റീരിയർ 2/3 ഓഫ് ദ ബോണി പാർട്ട്. ആന്റീരിയർ 2/3 അതാണ് ഹാർഡ് ആയിട്ടിരിക്കുന്നത്. ആന്റീരിയർ 2/3 എന്ന് പറയുന്നത് ബോണി പാർട്ടാണ്. അതുകൊണ്ടാണ് അത് ഹാർഡ് ആയിട്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഹാർഡ് പാലറ്റ്. ആൻഡ് ദ മൊബൈൽ കുറച്ച് നീങ്ങിയൊക്കെ ചെയ്യുന്നത് ഫൈബ്രോ മസ്കുലാർ പാർട്ടാണ്. ആ ഒരു 1/3 ബാക്കിലുള്ള 1/3 എന്ന് പറയുന്നത്. സോ 2/3 എന്ന് പറയുന്നത് ബോണി പാർട്ടും 1/3 എന്ന് പറയുന്നത് ഒരു ഫൈബ്രോ മസ്കുലാർ ആയിട്ടുള്ള പാർട്ടുമാണ്. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് സോഫ്റ്റ് പാലറ്റ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തതായിട്ട് ഹാർഡ് പാലറ്റ് ഇസ് ഫോംഡ് ബൈ ദ പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സിൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്രോസസ് ഓഫ് പാലറ്റൈൻ ബോൺസ്. ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത് പാലറ്റൈൻ പ്രോസസ് വെച്ചിട്ടാണ് പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സിലയുടെ പാലറ്റൈൻ പ്രോസസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്രോസസ് ഓഫ് പാലറ്റൈൻ ബോൺസ്. എന്തായാലും സംഭവം ഹാർഡ് പാലറ്റ് ഫോം ചെയ്തിരിക്കുന്നത് പാലറ്റൈൻ ബോൺസ് വെച്ചിട്ടാണ്. അത് മാത്രം ഓർത്താൽ മതി. ഹാർഡ് പാലറ്റ് ഇസ് ഫോംഡ് ഫ്രം പാലറ്റൈൻ ബോൺസ്. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു സോഫ്റ്റ് പാലറ്റ്. സോഫ്റ്റ് പാലറ്റ് ഈസ് എ മൂവബിൾ ഫൈബ്രോമസ്കുലാർ ഫോൾഡ്. മൂവബിൾ ആണ്, ഫൈബ്രോമസ്കുലർ ആയിട്ടുള്ള ഫോൾഡ് ആണ്. ദിസ് ഇസ് അറ്റാച്ച്ഡ് ടു ദ പോസ്റ്റീരിയർ എഡ്ജ് ഓഫ് ദ ഹാർഡ് പാലറ്റ്. ഹാർഡ് പാലറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സോഫ്റ്റ് പാലറ്റ് വരുന്നത്. അപ്പോൾ ഹാർഡ് പാലറ്റിന്റെ പോസ്റ്റീരിയർ എഡ്ജിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോൺ പോലെ ഇരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് അവിടെ. അതിന്റെ പേര് യുവ്യൂള എന്നാണ്. അപ്പോൾ യുവ്യൂള നിങ്ങൾക്ക് അറിയാം, ഒരു ഗ്രേപ്പ് ഷേപ്പ്. യുവ എന്ന് പറയുന്നത് തന്നെ ഗ്രേപ്പ് എന്നാണ് അതിന്റെ ഒരു മീനിങ്. ഗ്രേപ്പ് ആയിട്ട് നമ്മുടെ അണ്ണാക്കിലേക്ക് നോക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു ഗ്രേപ്പ് ആയിട്ട് കിടക്കുന്നതിനാണ് നമ്മൾ യുവ്യൂള എന്ന് പറയുന്നത്. വിച്ച് ഹാങ്സ് ഫ്രം ദ പോസ്റ്റീരിയർ കർവ്ഡ് ഫ്രീ മാർജിൻ. പോസ്റ്റീരിയർ ആയിട്ട് കർവ് ചെയ്തിരിക്കുന്ന ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു മാർജിനിൽ നിന്ന് വരുന്ന ഒരു കോണിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആണ് ഈ ഒരു ഉവ്യൂള എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ് പാലറ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ലാറ്ററലി ദ സോഫ്റ്റ് പാലറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ വാൾ ഓഫ് ഫാരിങ്സ്. ഫാരിങ്സിന്റെ വോൾ വഴി കണ്ടിന്യൂസ് ആയിട്ടാണ് സോഫ്റ്റ് പാലറ്റ് ഇരിക്കുന്നത്. അതിന്റെ കൂടെ ടങ്ങുമായിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇസ് ജോയിൻഡ് ടു ദ ടങ്. നോട്ട്സ് ആയിട്ട് അനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ബട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ ലെവലിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ മതി എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇതിൽ കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. മാക്സിമം കണ്ടന്റ് ഞാൻ ഈ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഫംഗ്ഷൻസ് ഓഫ് സോഫ്റ്റ് പാലറ്റ്. ഫംഗ്ഷൻ എന്താണ്? സോഫ്റ്റ് പാലറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്സ് ദ സൈസ് ഓഫ് ഫാരിഞ്ചിയൽ ഇസ്തമസ് ഡ്യൂറിംഗ് സ്പീച്ച്, സ്വോളോയിങ്, കഫിംഗ്, സ്നീസിംഗ് എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിലും സോഫ്റ്റ് പാലറ്റ് എന്ത് ചെയ്യും? ഇറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്. ഇപ്പോൾ നോട്ട് ചെയ്തുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് എഴുതുവാണെങ്കിൽ ലൈക്ക് സോഫ്റ്റ്
പാലേറ്റ് ഒരു കണ്ടന്റ് എഴുതുവാണെന്നുണ്ടെങ്കിൽ ആന്റീരിയർ എന്താണ്, പോസ്റ്റീരിയർ എന്താണ്, അതിന്റെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് മെയിൻ ഹൈലൈറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഹാർഡ് പാലറ്റിന് ശേഷം പോസ്റ്റീരിയർ ആയിട്ട് വരുന്നതാണ് ഈ ഒരു സോഫ്റ്റ് പാലറ്റ് എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു നോട്ട്. അതിന്റെ കൂടെ തന്നെ നെക്സ്റ്റ് പോർഷൻ ആയിട്ട് ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് എന്താ സ്പീച്ച്. അപ്പൊ നമുക്ക് ഇടയിലുള്ള ഈ കുറച്ച് വാക്കുകൾ കിട്ടിയില്ലെങ്കിലും പോട്ടെ, യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഇറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ് സ്പീച്ച്, സ്വോളോയിങ്, കഫിംഗ് ആൻഡ് സ്നീസിംഗ് എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഈ പോയിന്റ്സ് മാത്രം നമുക്ക് വായിച്ചാൽ മതി എക്സാമിന് മുന്നേക്ക് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് പ്രിവെന്റ്സ് എൻട്രി ഓഫ് ഫുഡ് ഫ്രം ഓറോഫാരിങ്സ് into the nasopharynx. ഓറോഫാരിങ്സിന്റെ ഏരിയ ബോത്ത് ഫുഡ് ആൻഡ് എയർ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അത് നിങ്ങൾ ഫാരിങ്സ് ഇനി പഠിക്കുമ്പോൾ പഠിക്കും. ഫുഡും അതേപോലെ തന്നെ എയറും പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓറോഫാരിങ്സിൽ നിന്ന് ഫുഡ് നമ്മൾ അറിയാതെ ചുമക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് കയറി മണ്ടേ കയറുക എന്ന് പറയത്തില്ല. അപ്പോൾ അതുപോലെ അത് നേസോഫാരിങ്സിന്റെ അങ്ങ് കയറുമ്പോഴത്തേക്കാണ് നമ്മൾ മണ്ടേ കയറി എന്ന് പറഞ്ഞ് നമ്മൾ തലയിൽ അടിക്കുന്നത് താഴോട്ട് വരാനായിട്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ് പാലറ്റിന്റെ മൂവ്മെന്റ് ഒക്കെയാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ആൻഡ് ദാറ്റ് ഇസ് ടങ്. ഈ ഒരു വീഡിയോ ഇത് ലോങ് ആണ് ബിക്കോസ് കംപ്ലീറ്റ് ഓറൽ ക്യാവിറ്റി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലോങ് ആണ് ഈ ഒരു വീഡിയോ. അടുത്തതായിട്ട് ടങ് ഇസ് എ ഹൈലി മൊബൈൽ മസ്കുലാർ ഓർഗൻ. നമുക്കറിയാം മൊബൈൽ നീക്കാൻ പറ്റുന്ന മൂവ്മെന്റ് ഉള്ള മസ്കുലാർ ആയിട്ടുള്ള ഓർഗൻ ആണ്. ദാറ്റ് ക്യാൻ വേരി ഗ്രേറ്റ്ലി ഇൻ ഷേപ്പ്. പലർക്കും പല ഷേപ്പായിട്ട് മാറാം, നമുക്ക് ഷേപ്പായിട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ഷേപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗൻ ആണ് ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് പെർട്ടിക്കുലർലി ഇൻ ദ മൗത്ത് ആൻഡ് പാർട്ട്ലി ഇൻ ദ ഓറോഫാരിങ്സ്. ഇത് നമ്മുടെ മൗത്തിലുണ്ട്, അതേപോലെ തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓറോഫാരിങ്സിലുണ്ട്. അല്ല നമ്മുടെ വെളിയിൽ കാണുന്ന കുറച്ചല്ല ഭാഗം മാത്രമല്ല, കുറച്ച് ഉള്ളിലോട്ടുണ്ട്. പാർട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണുള്ളത്? റൂട്ട് ഉണ്ട്, ബോഡി ഉണ്ട്, ടിപ്പ് ഉണ്ട്, ഡോർസൽ സർഫസ് ഉണ്ട്, വെൻട്രൽ സർഫസ് ഉണ്ട്, അതേപോലെ തന്നെ 2 ലാറ്ററൽ ബോർഡേഴ്സും ഉണ്ട്. ആൻഡ് ദ ഫംഗ്ഷൻസ് ആർ മെയിൻലി മാസ്റ്റിക്കേഷൻ, ലൈക് ചൂയിങ്, ടേസ്റ്റ്. ഡീഗ്ലൂട്ടീഷൻ മീൻസ് സ്വോളോയിങ്ങിനെയാണ് ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേഷൻ ഓർ സ്പീച്ച്, ഓറൽ, ക്ലെൻസിംഗ്, ഈ വക ഫംഗ്ഷൻസ് ഒക്കെ തന്നെ ടങ്ങിന്റെ ഫംഗ്ഷൻസ് ആണ്. ടങ് ഇസ് മെയിൻലി കമ്പോസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ് കവേർഡ് ബൈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. സ്കെലിറ്റൽ മസിലാണ് ഇതിൽ പ്രസന്റ്. ഒരു കുറച്ച് ഒറിജിനൽ ആയിട്ടുള്ള നല്ല രീതിയിലേക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു പിക്ചറും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കുന്ന ഒരു പിക്ചറും. ദിസ് പിക്ചർ ഇസ് റിയലി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എസ്സേയുടെ ഒരു പാർട്ട് ആയിട്ടാണെങ്കിലും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടിനായിക്കോട്ടെ ആൻസർ ബ്രീഫിറ്റ് ആയിക്കോട്ടെ വരയ്ക്കാനായിട്ട് പ്രത്യേകം വലുതായിട്ട് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് സ്ട്രക്ചർ ലൈക്ക് ദിസ്. നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ ഇടുക, അതിന്റെ ഏറ്റവും മിഡിൽ ആയിട്ട് ഈ ഒരു പോർഷൻ വരയ്ക്കുക ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് സർക്കിൾസ്. ഈ ഒരു സർക്കിൾസ് മാത്രം ഇങ്ങനത്തെ രീതിയിലായിരിക്കണം നിങ്ങൾ വരയ്ക്കേണ്ടത്. ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആർ ഡോർസൽ സർഫസ് ഇസ് കവേർഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡോർസൽ സർഫസ് എന്ന് പറയുന്നത്. 2 പേരുകളുണ്ട്, പാലറ്റൈൻ പാർട്ട് ആൻഡ് ഫാരിഞ്ചിയൽ പാർട്ട്. പാലറ്റൈൻ പാർട്ട് എന്ന് പറയുന്നത് ആന്റീരിയർ 2/3 ഓക്കെ, 2/3 ആണ് പാലറ്റൈൻ പാർട്ട്. അതുപോലെ തന്നെ ഫാരിഞ്ചിയൽ പാർട്ട് എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ. See this. ഇതാണ് പോസ്റ്റീരിയർ ആയിട്ടുള്ള 1/3 പോർഷൻ. പോസ്റ്റീരിയർ 1/3 അല്ലെങ്കിൽ ഫാരിഞ്ചിയൽ പോർഷൻ ഇതാണ്. ആന്റീരിയർ 2/3 ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഓക്കെ, 2/3 ആയിട്ടുള്ള ഇത് വെളിയിലോട്ട് ഇരിക്കുന്ന നമുക്ക് കാണാനൊക്കെ പറ്റുന്ന ഏരിയ, ഇത് കുറച്ച് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഏരിയ. നമ്മളൊന്ന് നാക്ക് പുറത്തിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക ലിംഗ്വൈനൽ ടോൺസിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വായുടെ ഉള്ളിൽ നന്നായിട്ട് ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കോൾഡ് വരുമ്പോഴോ കഫം വരുമ്പോഴോ ഇതൊക്കെ നല്ല റെഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് so this middle portion is known as foramen cecum. Remember this word, foramen cecum. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വേർഡ് ആയിരുന്നു ഇതുപോലെ വി ഷേപ്പ് ആയിട്ട് ഇരിക്കുന്നത് സൾക്കസ് ടെർമിനാലിസ്. ഓക്കെ, at the apex of the V small foramen cecum. ഒരു നാക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാക്കിൽ എന്തായാലും ഒരു മിഡിൽ പാർട്ടീഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ കാണും അല്ലേ. ലെറ്റ്സ് സീ ദിസ് പിക്ചർ. ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പിക്ചർ നോക്കാം. സീ ദിസ് പിക്ചർ. ഇപ്പൊ നമുക്ക് ഈ കണ്ട ഒരു foramen cecum, മിഡിൽ foramen cecum, സൾക്കസ് ടെർമിനാലിസ്. ഓക്കെ, ഇനി ഈ ഒരു മിഡിൽ പോർഷൻ ഒരു പാർട്ടീഷൻ പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഈ ഒരു നടുക്ക് ഒരു പ്രത്യേക രീതിയിൽ. അപ്പൊ ഈ ഒരു നടുക്കത്തെ ഈ ഒരു ഡിവിഷൻ, അത്തരത്തിലെ ഒരു ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂവ്, ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ഗ്രൂവ് ഈ ഒരു ടിപ്പ് ഓഫ് ഫോറാമൻ സീക്കത്തിൽ നിന്ന് ഉണ്ട്, ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. ഓക്കെ, ബാക്കി നോട്ട്സിലേക്ക്. Mucous membrane of the anterior 2/3 of the dorsum of the tongue. Dorsum എന്ന് വെച്ചാൽ മുകൾ ഭാഗമാണ് കേട്ടോ. Anterior 2/3 of dorsum of the tongue is rough due to presence of microscopic projections known as papillae. Papillae എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ടങ്ങിന്റെ ഭാഗം നല്ല റഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു anterior 2/3 of the dorsum of the tongue. Okay, there are 3 types of papillae. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടങ്ങിന്റെ പോർഷൻ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും പാപ്പില്ലയുടെ പോർഷൻ എഴുതണം. അതുപോലെ തന്നെ പാപ്പില്ലയുടെ ആ ഒരു ഇമേജും വരച്ചിരിക്കണം. സോ 2/3 of the ഏരിയയിൽ പാപ്പില്ലേ ഉണ്ട്. ആ ഒരു പാപ്പില്ലേ 3 ടൈപ്സിലാണുള്ളത്. ആദ്യത്തത് ഫിലിഫോം, രണ്ടാമത്തത് ഫംഗിഫോം, മൂന്നാമത്തത് സർക്കംവില്ലേ ഓർ വാലേറ്റ്. Okay, filiform papillae are conical ആയിട്ടുള്ളതാണ്. മോസ്റ്റ് ന്യൂമറസ് ഒക്കെ ത്രൂ ഔട്ട് ദ ആന്റീരിയർ 2/3. ആന്റീരിയർ 2/3 കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഫിലിഫോം ആയിട്ടുള്ള പാപ്പില്ലേ, അത് കോണിക്കൽ ആണ്. അടുത്തതായിട്ട് ഫംഗിഫോം, അത് റെഡ് മഷ്റൂം ഷേപ്ഡുമാണ്. ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസിന് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും രണ്ടെണ്ണം, ഒന്നുകിൽ ഫിലിഫോം അല്ലെങ്കിൽ ഫംഗിഫോം ഓർ സർക്കംവില്ലേ, ഇങ്ങനെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണം കോണിക്കൽ ആണ്, ഒരെണ്ണം മഷ്റൂം ഷേപ്ഡ് ആണ്, ഒരെണ്ണം ഡ്രം ഷേപ്ഡ് ആണ്. ഇങ്ങനെ എഴുതി ഡിഫറൻസ് ആയിട്ട് പഠിക്കുക ഈ ഒരു ഏരിയ. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, സർക്കംവില്ലേ ഇസ് large drum shaped papillae easily seen with naked eyes. നമ്മുടെ ഓൺ കണ്ണ് വെച്ച് തന്നെ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. They are 8 to 12 in number. 8 അല്ലെങ്കിൽ 12 in number ഇത് കാണാറുള്ളൂ. Arranged anterior to sulcus terminalis. Sulcus terminalisന്റെ ഫ്രണ്ടിലായിട്ട് ആന്റീരിയർ ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു സർക്കംവില്ലേ.
Next, let's move to the muscles of tongue. Okay, muscles of tongue, itri tough aayittulla area aanu. You can skip it if you feel it's like too much tough for you. Okay, muscles of tongue are grouped into intrinsic and extrinsic. At least remember this sentence. Okay, ഈ ഒരു സെന്റൻസ് എങ്കിലും ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. മസിൽസ് എന്ന് പറയുന്ന ടങ്ങിന്റെ മസിൽസ് ഇൻട്രിൻസിക് ആയിട്ടും എക്സ്ട്രിൻസിക് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The median fibrous septum divides the tongue into right and left halves. Okay, median fibrous septum divides the tongue into right and left halves. നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ആയിട്ടും റൈറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂവ് എന്ന് പറയുന്നത്. Each half has 4 intrinsic muscle. Intrinsic muscle 4 എണ്ണം ഉണ്ട്. Superior longitudinal muscle, inferior longitudinal muscle, transverse muscle and vertical muscle. അതുപോലെ തന്നെ extrinsic muscle 4 എണ്ണം ഉണ്ട്. Genioglossus muscle, hyoglossus muscle, styloglossus muscle and palatoglossus muscle. അപ്പോൾ വേർഡ്സ് നോക്കി വെക്കുക. ഓൺലി നെയിംസ് ഓഫ് ദ മസിൽസ് എങ്കിലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോർഷൻ ഇസ് സെൻസറി നെർവ് സപ്ലൈ. ഞാൻ ജസ്റ്റ് ഒരു നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് നോട്ട് റെഫർ ചെയ്യാം. എല്ലാം ജസ്റ്റ് ക്യാരി ഓൺ വിത്ത് വാട്ട് യു നോ. ഓക്കെ, ടങ് ഇസ് ഡിവൈഡഡ് ഇൻടു ആന്റീരിയർ 2/3 ആൻഡ് പോസ്റ്റീരിയർ 1/3. ടങ് എന്ന് പറയുന്നത് ആന്റീരിയർ 2/3 ആയിട്ടും അതുപോലെ പോസ്റ്റീരിയർ 1/3 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആന്റീരിയർ 2/3 ഏരിയയിൽ ജനറൽ ആയിട്ടുള്ള സെൻസറി സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ലൈക്ക് പെയിൻ, ടെമ്പറേച്ചർ, ടച്ച്, പ്രഷർ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സെൻസറി സപ്ലൈസ് ഒക്കെ തന്നെ അതിലുണ്ട്. അതുപോലെ തന്നെ ജനറൽ ആൻഡ് സ്പെഷ്യൽ സെൻസേഷൻസ് പോസ്റ്റീരിയർ 1/3 ഓഫ് ദ ടങ്ങിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ബൈ ദ ഗ്ലോസോഫാരിൻജിയൽ നെർവ്. ഗ്ലോസോഫാരിൻജിയൽ നെർവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ആൻഡ് ജനറൽ സെൻസേഷൻസ് ഒക്കെ തന്നെ അറിയാനായിട്ട് പറ്റും. പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഇന്റേണൽ ലാരിഞ്ചിയൽ നെർവ് വെച്ച് സപ്ലൈ ചെയ്തിരിക്കുന്നതാണ് പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. സർക്കംവില്ലർ പാപ്പില എന്ന് പറയുന്ന ഈ ഒരു പാപ്പിലെ ആന്റീരിയർ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സർക്കം ടെർമിനാലിസിൽ നിന്നും. ബട്ട് സ്റ്റിൽ അതും ഈ ഒരു ഗ്ലോസോഫാരിൻജിയൽ നെർവ് വെച്ചിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലഡ് സപ്ലൈ കുറിച്ചിട്ടാണ്. ലിംഗ്വൈനൽ ആർട്ടറി ആണ് മെയിൻ ആയിട്ട് ടങ്ങിന്റെ സപ്ലൈ ഒക്കെ തന്നെ ചെയ്യുന്നത്. ഇത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, പിന്നീട് പറയുമ്പോൾ കരോട്ടിഡ് ആർട്ടറി ഒക്കെ നന്നായിട്ട് പഠിക്കും. സോ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു പാർട്ടാണ് ഈ ഒരു ലിംഗ്വൽ ആർട്ടറി എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടറിയാണ് ഈ ഒരു ബ്ലഡ് സപ്ലൈ ടങ്ങിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറി എന്ന് പറയുന്നത്. വെയിൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ ജുഗുലാർ വെയിൻസ് ആണ് ഈ ടങ്ങിലേക്ക് ബ്ലഡ് സപ്ലൈസ് ഒക്കെ നടക്കുന്നത്. സോ ആർട്ടറി ലിംഗ്വൈനൽ ആർട്ടറി, അതുപോലെ തന്നെ വെയിൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ ജുഗുലാർ വെയിൻസുമാണ്. നെക്സ്റ്റ് ടേസ്റ്റ് ബഡ്സ്. ടേസ്റ്റ് ബഡ്സ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ബഡ് എന്നുള്ളത്. സോ ടേസ്റ്റ് ബഡ്സ് ആർ സ്മോൾ ബാരൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടങ്ങിന്റെ സൈഡ്സിലായിട്ട്, സൈഡ് ഗ്രൂവ്സിലൊക്കെ ആയിട്ട് ഈ ഒരു ടേസ്റ്റ് ബഡ്സ് പ്രസന്റ് ആണ്. മെയിൻലി സറൗണ്ടഡ് ബൈ വാലിറ്റേ ഓർ ഫംഗിഫോം പാപ്പിലെ. ഫംഗിഫോം പാപ്പിലെ അല്ലെങ്കിൽ വാലിറ്റൈൽ പാപ്പിലെ ആണ് ഈ ഒരു ടേസ്റ്റ് ബഡ്സ് സപ്ലൈ ചെയ്യുന്ന ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇരിക്കുന്നത്. ടേസ്റ്റ് ബഡ് എന്ന് പറയുന്നത് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പേജൊക്കെ ആയിട്ടാണ് ഇടയ്ക്ക് ഫിഗർ വരുന്നത്. ടേസ്റ്റ് ബഡ് ഹാസ് എ ലെയർഡ് അപ്പിയറൻസ് ലൈക്ക് ഒണിയൻ പോലെയാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇമേജ് ഒന്ന് നോക്കാം. സി ദിസ് ഇമേജ്, ഒണിയൻ ഷേപ്പ്. സോ ടേസ്റ്റ് ബഡ്സിനെ കുറിച്ചൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇമേജ് വരയ്ക്കുക. സിംപിൾ ഇമേജ് ആണ്. ഓക്കെ, യു കൻ ഡ്രോ ഇറ്റ്. അപ്പോൾ ഈ ഒരു ഒണിയൻ ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് ഇതിലേക്ക്. ദ ഫസ്റ്റ് വൺ ഇസ് ടെന്റിക്കുലർ സെൽസ് അല്ലെങ്കിൽ ന്യൂറോ എപ്പിത്തീലിയൽ ടേസ്റ്റ് സെൽസ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് സെൽസ് ആണ് ഇതിലേക്കുള്ളത്. ദർ ഇസ് എ പിച്ച് called inner taste pore. Inner taste pore എന്ന് പറയുന്ന ഒരു പിറ്റ് ഇവിടെ ഉണ്ട്, നിയർ ടു ദ സർഫസ് ഓഫ് ദ ബ്രെഡ്. ആ ഒരു എനി സബ്സ്റ്റൻസ് ടു ബി ടേസ്റ്റഡ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന എനി സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അത് സലൈവയിൽ കൂടെ ഡിസോൾവ് ആവുന്നു. അതിന്റെ കൂടെ തന്നെ ടേസ്റ്റ് ബഡിൽ അത് പോകുമ്പോഴത്തേക്കും ആ ഒരു പിറ്റ് പോലുള്ള ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നർ ടേസ്റ്റ് പോർ എന്ന് പറയുന്നത് ഈ ഒരു പിറ്റ് പോലുള്ള ഏരിയയിൽ ചെല്ലും. അങ്ങനെ ആ ഒരു ഹെയർസിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. സോ നെർവ് ഇമ്പൾസ് ഈ സെറ്റപ്പ്, ആ ഒരു ഏരിയയിൽ ഒരു നെർവ് ഇമ്പൾസ് ഉണ്ട്. ആ നെർവ് ഇമ്പൾസ് ആണ് നമുക്ക് ടേസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പോർ, ഇതിനുള്ളിലേക്കുള്ള ആ ഒരു പോർ, നമ്മൾ പറഞ്ഞ ഒരു പോർ ഏരിയ. അതുപോലെ തന്നെ ബേസൽ സെൽസ്, ഈ ഒരു നെർവ് എൻഡിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ സലൈവയുമായിട്ട് മിക്സ് ആയി നമ്മുടെ ടേസ്റ്റ് മെറ്റീരിയൽ എന്താണോ ടേസ്റ്റ് തരുന്ന ആ ഒരു സാധനം ഇവിടെ എത്തുമ്പോഴത്തേക്കുമാണ് നമുക്ക് ടേസ്റ്റ് ബഡിൽ കൂടെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, there is a small applied anatomy in this area. Applied anatomy നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ ഓക്കെ. ചില ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു അപ്ലൈഡ് അനാറ്റമി ലാസ്റ്റ്, ഇൻക്ലൂഡിംഗ് അപ്ലൈഡ് അനാറ്റമി എന്ന് പറഞ്ഞിട്ട് എസ്സേയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ there is a small applied anatomy in the area of tongue. കൺജനൈറ്റൽ അനോമലീസ് ഉണ്ടാകും. വാട്ട് ഇസ് കൺജനൈറ്റൽ അനോമലീസ്? ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കും ജനിക്കുന്നത്. അങ്ങനെയുള്ള കൺജനൈറ്റൽ അനോമലീസ് ഉണ്ടാവാം നമ്മുടെ ടങ്ങിൽ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലാർജ് ടങ്, ദാറ്റ് ഇസ് നോൺ ആസ് മാക്രോഗ്ലോസിയ, ഒരുപാട് വലിയ ടങ്. അതുപോലെ തന്നെ ചെറിയ ടങ്, ദാറ്റ് ഇസ് നോൺ ആസ് മൈക്രോഗ്ലോസിയ. മാക്രോ എന്ന് കേൾക്കുമ്പോൾ വലുതാണ്, മൈക്രോ എന്ന് കേൾക്കുമ്പോൾ ചെറുതാണ്. സോ മാക്രോഗ്ലോസിയ ആൻഡ് മൈക്രോഗ്ലോസിയ എന്ന് പറയുന്നത് ചില കൺജനൈറ്റൽ അനോമലീസ് ആണ്. അതുപോലെ തന്നെ കാർസിനോമ ഓഫ് ടങ്. വാട്ട് ഇസ് കാർസിനോമ ഓഫ് ടങ്? സിംപ്ലി ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് കാർസിനോമ ഓഫ് ടങ്. സർജിക്കൽ റിമൂവൽ ചെയ്യേണ്ടി വരും ഈ ഒരു ടങ്ങിനെ. നമുക്ക് ടങ് ക്യാൻസർ, ടങ്ങിന് ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ടങ് റിമൂവ് ചെയ്ത് കളയേണ്ട അവസ്ഥ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് നെയിം ഇസ് നോൺ ആസ് ഹെമിഗ്ലോസെക്ടമി. ഹെമിഗ്ലോസെക്ടമി. ഗ്ലോസ് എന്ന് പറയുമ്പോൾ ഗ്ലോസിയൽ, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ടങ്. ഓക്കെ, റിമെമ്പർ ദാറ്റ് വേർഡ്. ആ ഒരു ഗ്ലോസിയൽ എന്നുള്ള പറയുന്ന ഒരു ടേം വരുമ്പോഴേ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ടങ്. ആൻഡ് ഗ്ലോസെക്ടമി ഇസ് ഇറ്റ് എക്ടമി, അങ്ങനെ പറയുമ്പോഴേ ഇറ്റ് ഇസ് റിമൂവൽ ഓഫ് കട്ടിംഗ് ഔട്ട് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഹെമിഗ്ലോസെക്ടമി മീൻസ് കട്ടിംഗ് ഓർ റിമൂവിംഗ് ദിസ് ടങ്. Injury to the hypoglossal nerve leads to paralysis of muscles on the side of the lesion. എന്തെങ്കിലും തരത്തിൽ നമുക്ക് ടങ്ങിൽ ഇൻഫെക്ഷൻ വരിക, ലീഷൻസ് വരിക, പഴുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇഞ്ചുറി വരുമ്പോഴത്തേക്കും ഈ ഹൈപ്പോഗ്ലോസിയൽ നെർവ് ചിലപ്പോൾ ഡാമേജ് ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാരാലിസിസ് ഉണ്ടാവും. ചിലപ്പോൾ മസിൽസിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, മസിൽസ് മൂവ് ചെയ്തെന്ന് വരത്തില്ല, ടങ്ങിലെ മസിൽസ് മൂവ് ചെയ്തു എന്ന് വരത്തില്ല, ചിലപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടാകാം. ആൻഡ് referred pain in cancer of the tongue, the linguinal nerve may be involved. ഈ ഒരു linguinal nerve നമ്മൾ നേരത്തെ പറഞ്ഞു, linguinal nerve ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കാം ഈ ഒരു പെയിൻ വരുന്ന ഈ ഒരു കേസിൽ.
ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ജലദോഷം വരുവാണെന്ന് ഇരിക്കട്ടെ, വി ആർ ഹാവിംഗ് എ കോൾഡ് ഓർ സംതിങ്. അങ്ങനെ കോൾഡ് ആയിട്ടോ ജലദോഷം വരിക ചെയ്യുമ്പോൾ നമുക്ക് ചെവി വേദന വരും. ചിലർക്കെങ്കിലും ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള കോൾഡോ കഫോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ പെയിൻ ഉണ്ടാകാം. ഇയർ പെയിൻ, ഓക്കെ, വൈ? ബിക്കോസ് പെയിൻ റേഡിയേറ്റ്സ് അലോങ് മാൻഡിബുലർ നെർവ് ആൻഡ് ഇറ്റ്സ് ഓറിക്കുലോടെമ്പോറൽ ബ്രാഞ്ച്. ഈ ഒരു നെർവ്സ് ഒക്കെ തന്നെ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഈ ടങ്ങും ചെവിയും ഒക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന നെർവ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒക്കെ കൊണ്ട് പെയിന് നമ്മുടെ ടങ്ങിലെ നെർവ്സിൽ നിന്നും നമ്മുടെ ഇയറിലേക്കുള്ള മാൻഡിബുലർ നെർവ്സിലേക്ക് റീച്ച് ആവുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പെയിൻ ഉണ്ടാകുന്നത്. നമുക്ക് ടങ്ങിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ടങ്ങിൽ എന്തെങ്കിലും പെയിൻ വരെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഇയറിലേക്ക് അത് റീച്ച് ആവുന്നത് ഇതുകൊണ്ടാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ അപ്ലൈഡ് അനാട്ടമി. നൗ ലെറ്റ് മീ മൂവ് ഓൺ ടു സം ക്വസ്റ്റ്യൻസ്. ബാക്ക് ടു സം ക്വസ്റ്റ്യൻസ്. മെയിൻ ആയിട്ട് ഈ ഒരു ടങ് ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക. ടങ്ങിന്റെ ഒരു ഫിഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് പോർഷൻ ഈസ് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എസ്സേക്ക് ചോദിക്കാം അബൌട്ട് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ ഒരു പിക്ചർ നിങ്ങൾ തീർച്ചയായിട്ടും വരച്ചു വെച്ചിരിക്കുക. തിരിഞ്ഞു പോയി തോന്നുന്നു. എനിവേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഒരു പിക്ചർ നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓറൽ ക്യാവിറ്റി എഴുതണം. ഓറൽ ക്യാവിറ്റി എഴുതുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയാസ് ആണ് ഓറൽ ക്യാവിറ്റിയിലെ ടങ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് നോട്ട് ആൻഡ് ഷൂ. അപ്പോൾ അവർ എടുത്തു പറയും ഡ്രോ എ ഡയഗ്രാം ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ തീർച്ചയായിട്ടും വരച്ചിരിക്കുക. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയഗ്രാം സീരീസിലോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. എനിവേ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ വരയ്ക്കുക. അതുപോലെ തന്നെ റിമെമ്പർ ദിസ് ഫ്ലോ ചാർട്ട്. ഈ ഒരു ഫ്ലോ ചാർട്ടും വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 12 മാർക്കിന്റെ എസ്സേ ആണെങ്കിൽ ഒരു 3 to 5 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡു നോട്ട് സ്കിപ്പ് മൗത്ത് ഏരിയ സ്കിപ്പ് ചെയ്യരുത്. ഈ ഏരിയാസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ലിപ്സും ചീക്സും ഒക്കെ അത് സ്കിപ്പ് ചെയ്താലും പ്രോബ്ലം ഇല്ല. ഈ ഒരു ഇമേജ് ഒന്നും നിങ്ങൾ അങ്ങനെ വരച്ച് പഠിക്കണം എന്നില്ല. ആൻഡ് ഡു നോട്ട് സ്കിപ്പ് ദ ബൗണ്ടറീസ് ഓഫ് ഓറൽ ക്യാവിറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങളുടെ. ഇനി ഫർദർ ഞാനിപ്പോൾ പറയുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആന്റീരിയർ എന്താണ്, പോസ്റ്റീരിയർ എന്താണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ടീത്ത്. ടീത്തിൽ എത്ര ടീത്താണ് ഉള്ളത്, ഇൻസിസേഴ്സ് എവിടെ, കനൈൻ ഏതാ, മൊളാസ് ഏതാ, പ്രിമോളസ് ഏതാ, എത്ര ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റിന്റെയും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, കം ടു ദി ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു ബൗണ്ടറീസ് പഠിക്കുക, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനായിട്ട് സാധ്യത. ഒന്നാമത് സോഫ്റ്റ് പാലറ്റ് ആൻഡ് ഹാർഡ് പാലറ്റ്. Soft palate and hard palate in the difference between is very important. Next one is 3 type of papillae പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. 3 types of papillae ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിലിഫോം, ഫംഗിഫോം ആൻഡ് സർക്കംവില്ലേ. ഓക്കെ, ഫിലിഫോം, ഫംഗിഫോം ആൻഡ് സർക്കംവില്ലയുടെ ഡിഫറൻസ് ബിറ്റ്വീൻ തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെച്ചിരിക്കാം. പാപ്പില്ലയുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻസ് ആർ റിയലി ഇമ്പോർട്ടന്റ്. നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് പോയിന്റ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ആൻഡ് റിമെമ്പർ അപ്ലൈഡ് അനാട്ടമി. അറിയാനുള്ള അപ്ലൈഡ് അനാട്ടമി എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ അബൌട്ട് ദ സർഫേസസ് ഓഫ് ടങ്, ബൗണ്ടറീസ് ഓഫ് ടങ് ആൻഡ് ദിസ് പിക്ചർ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇത്രയാണ് ഓറൽ ക്യാവിറ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫാരിങ്സ് ആൻഡ് ലാരിങ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാരിങ്സ് ആൻഡ് ലാരിങ്സിന്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ നോട്ട്സ് എല്ലാം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയല്ല പഠിച്ചത്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് നോട്ട്സ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പഠിപ്പിച്ചതിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വോയിസ് ചേഞ്ചസോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഞാൻ പറയുന്നതിൽ മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമന്റ് ദാറ്റ്. ഈ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.